കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ചിന്തിച്ചത് ഉൽപ്രാവണത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ ആരെല്ലാം. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ഒരു വലിയ സംഭവമായി ലോകത്തിൽ അത് മാറുമോ, വലിയ വലിയ കാര്യങ്ങൾ അന്ന് ഉൽപ്രാവണത്തിന് അന്ന് നടക്കുമോ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടത്. കഴിഞ്ഞ നാളിൽ ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി, കർത്താവിൻ്റെ രക്ഷിത ഗണത്തിൽ എപ്പോഴും ഒരു ചെറിയ കൂട്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന പല തെളിവുകൾ ഞാൻ നിരത്തുകയുണ്ടായി. മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നതായിരിക്കുന്ന ഉലുമല പ്രത്യക്ഷത, കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയുടെ നാളിലും വളരെ ചുരുക്കം, അതായത് കുറഞ്ഞ യഹൂദന്മാർ മാത്രമേ 1000 ആണ്ടിലേക്ക് ജീവനോടെ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനം, കഴിഞ്ഞ വീഡിയോയിൽ അതെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനം, ഉൽപ്രാവണം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം ഒരു വലിയ മഹാസംഭവമായി ലോകത്തിൽ അനേക ലക്ഷങ്ങളെ കാണാനില്ലാതെ വണ്ണം എല്ലാവരും, അല്ലെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുകയും ഭൂമിയിൽ ഒരു വലിയ കോളിളക്കം നടക്കുകയും ചെയ്യും എന്നൊക്കെ അനേകർ പറയുമ്പോൾ അതങ്ങനെയല്ല, അതങ്ങനെ സംഭവിക്കുകയില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഉൽപ്രാവണത്തിൽ അനേകരെടുക്കപ്പെടുകയില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്നുള്ളത് ഈ വീഡിയോയിൽ പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്രാവണത്തെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആരാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ബൈബിളിൽ എല്ലായിടവും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ഉൽപ്രാവണം ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട് കേട്ടോ, വെറും മണ്ടത്തരമാണ്. ഈ ഉൽപ്രാവണം എന്ന് പറയുന്ന ഒരു വാക്കില്ല, ഉൽപ്രാവണം എന്നൊരു വാക്കില്ല. എന്നാൽ സ്വർഗത്തിലേക്ക് വിശുദ്ധന്മാരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ വലിച്ചെടുക്കുക എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് മലയാളത്തിൽ അങ്ങനെ ബൈബിൾ വ്യാഖ്യാതാക്കൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇത് എവിടെയാണ് കാണുന്നത് അല്ലെങ്കിൽ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ വ്യക്തമാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് വെളിപ്പെട്ടതായിരിക്കുന്ന ഒരു മർമ്മമാണത്. ഒരു മർമ്മം, അതായത് മിസ്റ്ററി, രഹസ്യം. മർമ്മം എന്നൊക്കെ പറഞ്ഞാൽ അനാദി കാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നിട്ട് ആർക്കും ഒരിക്കലും വെളിപ്പെടുത്താതെ ആദ്യമായി ഒരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് മർമ്മം എന്ന് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ പൗലോസിന് വെളിപ്പെട്ടതായിരിക്കുന്ന ഒരു മഹാരഹസ്യമാണ് ഈ വിശുദ്ധ ശരീരമാകുന്ന സഭയെ, കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ കർത്താവ് മധ്യാകാശം വന്ന് സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. വലിച്ചെടുക്കപ്പെടുക എന്നുള്ള അർത്ഥമൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് സ്വീകരിക്കുന്നതായിരിക്കുന്ന ആ സംഭവത്തെയാണ് ഉൽപ്രാവണം എന്ന് പറയുന്നത്. അത് പൗലോസിന് മാത്രമേ വെളിപ്പെട്ടുള്ളൂ. പൗലോസ് മാത്രമാണ് അത് ആദ്യമായിട്ടും അവസാനമായിട്ടും അത് പൗലോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവർ ആരും പറയാഞ്ഞ്? പഴയ നിയമത്തിൽ ഒന്നും പറയാഞ്ഞ് എന്താ? കർത്താവായ യേശു ക്രിസ്തു എന്താ ഒരു സൂചന പോലും തരാഞ്ഞ്? 12 അപ്പോസ്തലന്മാർക്ക് എന്താ ഇത് പറയാൻ പറ്റാതെ പോയത്? അവർക്ക് കൊടുത്തായിരിക്കുന്ന വാക്തത്വമോ അവരുടെ വിശ്വാസമോ അതല്ല, അവരുടെ പ്രതീക്ഷയും അതല്ല. അവരുടെ വിശ്വാസം, അവരുടെ പ്രതീക്ഷ ഒന്നും അങ്ങനെ കർത്താവ് മധ്യാകാശം വരികയും അവിടേക്ക് തങ്ങളെ ചേർക്കുകയും ചെയ്യുമെന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷയോ പ്രത്യാശയോ അങ്ങനെയുള്ളതായിരിക്കുന്ന വാക്തത്വമോ അവർക്കില്ല. അവർക്കില്ലാത്ത കാര്യം പിന്നെ അവരങ്ങനെ പറയുന്നത്? അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഞാൻ അധികം മുഖവരയിലേക്കൊന്നും കടക്കാതെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരട്ടെ. ചിലപ്പോൾ അല്പസമയം കൂടി പോയാലും നിങ്ങൾ എന്നെ ക്ഷമയോടെ കേൾക്കുമല്ലോ. ഇത് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കും. സത്യം ഗ്രഹിപ്പാൻ നിങ്ങളുടെ ഹൃദയത്തോട് ദൈവം ഇടപെടും, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും എന്ന് ഞാൻ പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ മുതൽ കർത്താവായ യേശുക്രിസ്തു ആകട്ടെ, 12 അപ്പോസ്തലന്മാരാകട്ടെ, അവര് ആസന്നമായിരിക്കുന്ന ഒരു ഉൽപ്രാവണത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അവര് പറഞ്ഞത് എന്താ? അവരെന്താ പറഞ്ഞത്? ഇവരെല്ലാം പറഞ്ഞത് എന്താ? ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആദ്യം ഞാൻ യോഹന്നാൻ സ്നാപകൻ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വാക്യമാണ്. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ?
യോഹന്നാ സ്നാപകന്റെ പ്രസംഗ വിഷയം എന്താണെന്നറിയാമോ? വരുവാനുള്ള കോപം. ഈ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതാ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരിയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. യോഹന്നാന്റെ പ്രസംഗ വിഷയം എന്താണെന്ന് ഞാൻ വിവരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വരുവാനുള്ള കോപം. എന്താ ഈ വരുവാനുള്ള കോപം? യഹൂദന്മാർക്ക് ഒരു മഹാപീഡന കാലം ദൈവം പണ്ട് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നതാണ്. അതിനുശേഷവും പല പ്രവാചകന്മാരും പല സ്ഥലങ്ങളിലും സൂചകങ്ങളായി ആ മഹാപീഡനത്തെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് ദാനിയേൽ പ്രവാചകനാണ്. പോരാ, അങ്ങനെ പറഞ്ഞ പോരാന്ന് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്ത് മോശയുടെ ന്യായപ്രമാണത്തിൽ പോലും നിങ്ങൾ എൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിച്ച് എന്നെ നിങ്ങൾ പുറകോട്ട് തള്ളിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന അവിടുന്നോട്ടേ ഉണ്ട്. അപ്പൊ എല്ലായിടത്തുനിന്നും അത് കാണുവാനായിട്ട് പറ്റും. അപ്പൊ ആ ഭയങ്കരമായിരിക്കുന്ന കോപത്തിന്റെ കാലം, അതായത് നമ്മൾ പറയില്ലേ മഹോദരവകാലം, മഹാപീഡനകാലം, ദാനിയേൽ പ്രവാചകൻ അത് 7 വർഷമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് സംഭവിക്കാനായിട്ട് പോകുന്നു എന്ന യോഹന്നാ സ്നാപകന്റെ പ്രസംഗം. എന്നിട്ട് യോഹന്നാ സ്നാപകൻ ചോദിക്കുകയാണ്, പിന്നെ എന്താണ്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആർ? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിനെ കോടാലി വെച്ചിരിക്കുന്നു. ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുവാൻ അടുത്തിരിക്കുന്നു. യോഹന്നാൻ പറയുന്നതാ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനർത്ഥത്തിന്റെ കാലം നിങ്ങൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്നു എന്നാണ് അവിടെ പറഞ്ഞു വന്നത്. എന്നിട്ട് താഴെ കർത്താവിനെ പരിചയപ്പെടുത്തുകയാണ്. കർത്താവിനെ പരിചയപ്പെടുന്നത് എങ്ങനെയാ? എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ എന്നെക്കാളും വലിയവനാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഞാൻ നിങ്ങളെ യോഹന്നാൻ പറയാൻ, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. എന്താ ഈ തീയിലെ സ്നാനം എന്നറിയാവോ? യഹൂദന് വരാനിരിക്കുന്ന ശുദ്ധീകലശം അല്ലെങ്കിൽ മഹാപീഡന കാലം, അതാ തീയിലെ സ്നാനം. അതൊക്കെ ഇന്ന് വളരെ തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്തും പ്രസംഗിച്ചൊക്കെ പഠിപ്പിക്കുന്ന എന്താണ് ദൈവവചനത്തെ വികലമാക്കി കളയുന്നവര് അനേകരുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നുമല്ല കേട്ടോ അവിടെ പറയുന്നത്. എന്താ അറിയോ? തീയിലെ സ്നാനം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ന്യായവിധിയാണ്. അതായത് മഹാപീഡന കാലം. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞ? വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി നല്ല ഗോതമ്പെല്ലാം കൂട്ടിവെക്കുകയും കെട്ട പതിരെല്ലാം കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പം യോഹന്നാ സ്നാപകൻ പ്രസംഗിച്ചത് ഇതാ ഉൽപ്രാവണം വരാൻ പോകുന്നു, നമ്മൾ അതിലേക്ക് കടക്കാൻ പോകുന്നു, അതാണ് പ്രസംഗിച്ചത്? അല്ലല്ലോ. വരാതിരിക്കുന്ന മഹാപീഡന കാലഘട്ടം പ്രസംഗിച്ചത് അല്ലേ? അപ്പം ഇവർക്കാർക്ക് ഉൽപ്രാവണം എന്താണെന്നറിയില്ല. യോഹന്നാ സ്നാപകനും അറിയില്ല. അത് മനസ്സിലാക്കണം. ഇതറിയാവുന്ന ഒരേ ഒരാൾ ആ കാലത്ത് ഭൂമിയിലുള്ളതിൽ ഒരേ ഒരാള് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. കാരണം കർത്താവിന് അറിയാത്തൊന്നുമില്ല. കർത്താവ് നിത്യ ദൈവമാണ്. അപ്പം കർത്താവിന് അറിയാത്തൊന്നുമില്ല. പക്ഷെ കർത്താവ് ആ വിഷയം പറയുകയാട്ടെ, ഉൽപ്രാവണം എന്ന വിഷയം പറയുകയാട്ടെ, പ്രസംഗിക്കുകയാട്ടെ ചെയ്തില്ല. താൻ അത് വളരെ കൃത്യമായി മറച്ചു വെച്ചു, സമയം വരുമ്പോൾ വെളിപ്പെടുത്താൻ വേണ്ടി. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം യോഹന്നാ സ്നാപകന്റെ പ്രസംഗം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വിഷയം എന്തായിരുന്നു? വരാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ. വരാനിരിക്കുന്ന ദൈവകോപത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളായിരിക്കുന്ന പ്രസംഗം പ്രസംഗിച്ച്. ഇനി അടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശം എന്തായിരുന്നു? ഉൽപ്രാവണമായിരുന്നോ? നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 10 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ.
10 മുതൽ 16 വരെ ഒന്ന് ഞാൻ വായിക്കാം. ഏത് പട്ടണത്തിലെങ്കിലും എന്ന് പറഞ്ഞാൽ 70 പേരെയൊക്കെ അയക്കുമ്പോൾ അവരോട് പറയുന്നതാണ്, നിങ്ങൾ ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറവിൻ. ആ പട്ടണത്തെക്കാൾ, അത് പറഞ്ഞിട്ട് പറയാണ്, ആ നിങ്ങൾ പൊടി കുടഞ്ഞു കളയുന്ന പട്ടണം ഉണ്ടല്ലോ, ആ പട്ടണത്തെക്കാൾ, അവിടെ പറയാണ്, ആ പട്ടണത്തെക്കാൾ സോതോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മലയാളത്തിന്റെ വ്യാഖ്യാനത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സഹിക്കത്തക്കതാകും, പിന്നെ അതായത് ഭയങ്കരമായിരിക്കുന്ന അനർത്ഥം ആ നാളുകളിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സഹിക്കാവതാകും എന്ന് പറഞ്ഞാൽ സോതോമിന് സംഭവിച്ചതുപോലെ ഉള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിലും ഏകദേശം സാമ്യമുള്ളതായിരിക്കുന്ന അതിഭയങ്കരമായിരിക്കുന്ന പീഡ വരാൻ പോവുകയാണ്. നിങ്ങൾ കാലിലെ പൊടി ഒരു പട്ടണത്തിൽ ചെന്നിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി തട്ടിക്കളഞ്ഞാൽ അവർക്ക് വലിയ അനർത്ഥം വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് അവിടുത്തെ ഇസ്രായേൽ പട്ടണങ്ങളെ നോക്കി കർത്താവ് വിലപിക്കുകയാണ്. കോരസീനെ, നിനക്ക് അയ്യോ കഷ്ടം! ബത്സൈദേ, നിനക്ക് അയ്യോ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരനും സീതോനും സഹിക്കാവതാകും. നീയോ കവർണഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ഇസ്രായേൽ പട്ടണങ്ങളെ നോക്കി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു വിലപിക്കുകയാണ്. ഞാൻ അയച്ചിട്ട് നിങ്ങൾ പോയി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം അറിയിക്കുക. അത് കേൾക്കുന്നവർ, വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാം. ഏത് ന്യായവിധിയിൽ നിന്ന്? മഹാന്യായവിധിയല്ല, വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയല്ല, സമീപ നാളുകളിൽ വരാനിരിക്കുന്ന മഹാപീഡന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാം. അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ വയ്യാത്തതായിരിക്കുന്ന അനർത്ഥമുണ്ടാകും. ഇതാ കർത്താവ് പ്രസംഗിച്ചത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കർത്താവിന്റെ പ്രസംഗ വിഷയം? ഉൽപ്രാവണത്തിൽ യാതൊരു ദോഷവും തട്ടാതെ എടുക്കപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല ഈ സത്യം. അതായത് കർത്താവ് എന്ന് പറയുന്ന ദൈവരാജ്യം എന്ന സുവിശേഷം, ആ സുവിശേഷം വിശ്വസിക്കാത്ത യഹൂദന്മാർക്ക് സഹിക്കാൻ പറ്റാത്തതായിരിക്കുന്ന അനർത്ഥം വരുമെന്ന കർത്താവ് പ്രസംഗിച്ചത്. യോഹന്നാൻ സ്നാപകനും അങ്ങനെയല്ലയോ പ്രസംഗിച്ച്? നിങ്ങൾ നോക്കിയില്ലേ? ഇനി ഞാൻ നിങ്ങളെ മത്തായി സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരട്ടെ. മത്തായി സുവിശേഷം അതിന്റെ 24-ാമത്തെ അധ്യായം. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഉൽപ്രവണത്തെക്കുറിച്ചോ ഒരു സമാധാനപരമായിരിക്കുന്ന ദൈവത്തോട് ചേരുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ അല്ല പറഞ്ഞത്. കർത്താവ് പ്രസംഗിച്ചതിലും സ്വർഗരാജ്യമാണ് അവരുടെ സുവിശേഷം. എന്നാൽ അതിലെ വിഷയം യഹൂദന് വരാനിരിക്കുന്ന അതിഭയങ്കരമായിരിക്കുന്ന ന്യായവിധിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മത്തായി സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തിന്റെ 3 മുതൽ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാനൊന്ന് ഓടിച്ച് വായിച്ചു പോവാം. നോക്കുക. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു, അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അപ്പം കർത്താവ് പോയി കഴിഞ്ഞാൽ കർത്താവ് വീണ്ടും ഉടനെ മടങ്ങി വരുമെന്നും അവരുടെ രാജ്യം യഥാസ്ഥാനത്താവുമെന്നും അവർക്കറിയാം. അപ്പൊ അവര് കർത്താവിനോട് ചോദിക്കുക, അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ യെരൂശലേം ദേവാലയത്തിന്റെ നാശം മേലെ പറഞ്ഞു, അതെപ്പോൾ സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതും നിന്റെ വരവ് എപ്പോഴാണ് കർത്താവെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പഴിക്കും. അവിടെ നിങ്ങൾ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? നിങ്ങൾക്ക് സംഭവിക്കുന്നു പറഞ്ഞു. നോക്കിയേ, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. സമാധാനപരമായ ഒരു ഉൽപ്രാവണമാണോ കർത്താവ് പറഞ്ഞത്? അതാണോ കർത്താവിന്റെ പ്രസംഗ വിഷയം?
ഇതൊക്കെ വായിച്ചിട്ട് എങ്ങനെയെല്ലാമോ തെറ്റിദ്ധരിച്ചും ഒക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, അനേകര് വഞ്ചിക്കപ്പെട്ട് പോയിരിക്കുക. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കുക. അപ്പം അവർ അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നിമിത്തം സകല ജാതികളും നിങ്ങളെ പയക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പയക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം പിടിച്ച് സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യത്തിനായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പൊ കർത്താവിനോട് നീ എപ്പോഴാണ് കർത്താവെ തിരിച്ചു വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്ത് ഉത്തരം പറഞ്ഞറിയാമോ? ഭയങ്കരമായിരിക്കുന്ന നാശം വരുന്ന ഒരു കാലഘട്ടമുണ്ട് ഭൂമിക്ക്. അതുടനെ സംഭവിക്കും. യുദ്ധങ്ങളുണ്ടാകും, ക്ഷാമങ്ങളുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, കള്ളപ്രവാചകന്മാർ എഴുന്നേക്കും, കള്ള ക്രിസ്തുക്കൾ എഴുന്നേക്കും, നിങ്ങളെ ഉപദ്രവിക്കും. അവരോട് പറയാ, അപ്പോസ്തലന്മാരോട് പറയാ, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ അടിക്കും, നിങ്ങളെ തല്ലും, നിങ്ങളെ കൊല്ലും. അതിഭയാനകമായിരിക്കുന്ന ഒരു സമീപകാല സംഭവത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കർത്താവ് പൗലോസ് പറഞ്ഞതുപോലെ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും നാം ഇരുളിനും രാത്രിക്കുമുള്ളവരല്ല, നാം കർത്താവിനോട് കൂടെ അവന്റെ രാജ്യം പ്രാപിക്കേണ്ടതിരിക്കുന്നവരത്ര എന്നൊക്കെയാണ് പറഞ്ഞത്. സമാധാനത്തിലേക്ക് നാം എടുക്കപ്പെടും എന്നൊക്കെയാണ് പൗലോസ് പറഞ്ഞവരെയാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇതൊക്കെ എപ്പോൾ സംഭവിക്കും, നീ എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ അതിഭയങ്കരമായിരിക്കുന്ന ഒരു അനർത്ഥത്തിന്റെ കാര്യമാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നോക്കി, അതിന്റെ 17-ാം വാക്യം നോക്കി. 17-ാം വാക്യം, വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. ഏതാ? ഈ മഹാപീഡന കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകൊടുപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിപ്പാൻ സൂക്ഷിപ്പിൻ, പ്രാർത്ഥിപ്പിൻ. നിങ്ങളുടെ ഓടിപ്പോക്ക്, നിങ്ങളുടെ ആരുടെയാ? അപ്പോസ്തലന്മാരുടെ. ഇവരോട് പറയുന്നത് നിങ്ങളുടെ ഓടിപ്പോക്ക്, അവരോടിപ്പോന്ന് പറയുന്നത്. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല, ബാക്കി വരികയില്ലെന്നർത്ഥം. ആ മഹാപീഡന കാലഘട്ടം ചുരുങ്ങാതിരുന്നാൽ ജീവനോട് ഒറ്റെടുത്തും ബാക്കി വരില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അവിടുത്തെ രക്ഷിക്കപ്പെടല് ആത്മരക്ഷയുടെ കാര്യമൊന്നല്ല പറഞ്ഞത്, ഓർക്കുക. അങ്ങനെ അങ്ങ് പറഞ്ഞ് ഇതെല്ലാം വായിക്കണമെന്നുണ്ട്, വായിക്കുന്നില്ല. ഒരു രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും. അന്നാരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. ഇതെല്ലാം പറയുന്നത് എന്താ? ഞാൻ എന്താ പറഞ്ഞു വന്നേ? ഞാൻ ഒരുപാട് വാക്യം വായിച്ച് നിങ്ങളെ ഓരടിപ്പിക്കുന്നില്ല. ഒന്ന് ശ്രദ്ധിക്കുക. കർത്താവായ യേശുക്രിസ്തു ആസന്നമായ, എത്രയും പെട്ടെന്ന് സംഭവിക്കാനുള്ളതായിരിക്കുന്ന ഒരു മഹാപീഡനത്തെ കുറിച്ചാണ് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തത്. അത് മനസ്സിലാക്കണം. കർത്താവ് എപ്പോഴാ അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ രാജ്യ യഥാസ്ഥാനത്താക്കാൻ വരുന്നതെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ താഴെ 29-ാം വാക്യം, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ. ആ കാലത്തിലെ കഷ്ടം. അപ്പൊ സമീപകാലത്ത് വരാതിരിക്കുന്നത് നമ്മളൊക്കെ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ഓർത്തു വയ്ക്കുക. നമ്മളൊക്കെ പറയുന്നത് സമീപകാലത്ത് സംഭവിക്കാതിരിക്കുന്ന ഉൽപ്രാവണമാണെന്നല്ലേ പറയുന്നത്. കർത്താവ് പറഞ്ഞ എന്താ? സമീപകാലത്ത് സംഭവിക്കാതിരിക്കുന്നത് ഈ വലിയ അനർത്ഥമാണ്. കർത്താവ് മാത്രമാണ്, യോഹന്നാൻ സ്നാപകൻ അതല്ലേ പറഞ്ഞത്? വരാനിരിക്കുന്ന കോപം. കർത്താവും പറഞ്ഞത് ആ ഭയങ്കര അനർത്ഥത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നതെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം കർത്താവ് പിന്നെ പറയാണ്, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘലിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. നോക്കി, എത്ര വ്യക്തം പറയുന്നത്. അപ്പോൾ എപ്പോ? ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞിട്ടേ കർത്താവ് അവരുടെ അടുക്കിലേക്ക് വരികയുള്ളെന്നായി പറയുന്നത്. കർത്താവ് പറഞ്ഞത് അതാ. ആ കാലത്തിലെ കഷ്ടം കഴിയുമ്പോൾ അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അപ്പം കർത്താവ് ഉപദേശിച്ചത് എന്താണ്? വരാനിരിക്കുന്ന മഹാപീഡനത്തെ അല്ലേ? കർത്താവ് പ്രസംഗിച്ച അതല്ലേ?
കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത മുന്നറിയിപ്പ് അതല്ലേ? നിങ്ങൾ അതിലൂടെ കടന്നു പോകും എന്ന് തന്നെയല്ലേ? നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കിക്കേ. ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ പലതും തെറ്റിദ്ധരിച്ചാണ് ബൈബിളിലെ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. പിന്നെ ഈ മഹാപീഠനം അല്ല നമ്മൾ കാത്തിരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറയേണ്ടത്. ഈ യഹൂദന്മാരോട് കർത്താവ് ഉപദേശം പറഞ്ഞാരോടാ? സുവിശേഷം പറഞ്ഞാരോടാ? യഹൂദന്മാരോട് അല്ലെ? കർത്താവ് പറഞ്ഞില്ലേ, എന്നെ ഇസ്രായേലിലെ കടന്നുപോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ലെന്ന് യഹൂദന്മാരുടെ സുവിശേഷം പറഞ്ഞു. യഹൂദന്മാരെ നന്നാക്കിയെടുത്ത് ശുദ്ധീകരിച്ചെടുത്ത് അടുത്ത സ്റ്റെപ്പ് അവർക്ക് വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യം അവർക്ക് സ്ഥാപിതമാക്കി കൊടുക്കണം. ഭൂമിയിലെ രാജ്യം, ദൈവം വാഴുന്ന ഭൂമിയിലെ രാജ്യം, അതായത് യഹൂദന്മാർക്ക് വാഗ്ദത്തം ചെയ്ത 1000 ആണ്ട് അവർക്ക് എത്തിച്ചു. അവർക്ക് പിന്നെ എന്താണ്, വീണ്ടെടുത്തു കൊടുക്കണം. ഇതാ വേണ്ടത്. ആ 1000 ആണ്ടിലേക്ക് കടക്കുന്ന യഹൂദന്മാര് രാജാക്കന്മാരാ, മഹാഭാഗ്യശാലികളാ. പക്ഷേ ദുഷ്ടന്മാരായിരിക്കുന്ന കൊള്ളരുതാത്ത യഹൂദന്മാർക്ക് ആ 1000 ആണ്ടിലേക്ക് കടക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അതിനു മുമ്പേ 7 വർഷത്തെ ശുദ്ധീകരണം വരുന്നത്. ആ ശുദ്ധീകരണം ആണ് ഇനി അടുത്തത് കർത്താവിന്റെ ഉപദേശപ്രകാരം, ദൈവരാജ്യത്തിന്റെ ഉപദേശപ്രകാരം അടുത്തത് സംഭവിക്കാനുള്ളത്. ആ ശുദ്ധീകരണത്തിലൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, വളരെ ചുരുക്കം പേര് മാത്രം ജീവനോടെ യഹൂദന്മാരുടെ ഇടയിൽ ബാക്കി വരും. അവരെയും കൊണ്ട് അവര് കർത്താവിനെ നോക്കി പ്രലാപിക്കും. ഇപ്പൊ നമ്മളോട് വായിച്ചില്ലേ, ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോട് ദേവസ്വം കൂടെ വരുന്ന കാണും അല്ലേ? അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും, ഭൂമിയിലെ സകല ജനങ്ങളും അല്ല, സകല ജാതികളും അല്ല, സകല ഗോത്രങ്ങളും, യഹൂദന്മാരുടെ ഗോത്രങ്ങളെ ഈ പറയുന്നത്, ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും ദേവസ്വങ്ങളും കൂടെ വരുന്നതാണ്. പ്രലാപിക്കും. അവരലമുറയിട്ട് കരയും. അവർ കുത്തിവെങ്കിലേക്ക് നോക്കി ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ വിലപിക്കും. കാരണം മഹാകഷ്ടത്തിന്റെ നടുവിലാണ് അവർ ഉള്ളത്. അവിടെ നിന്ന് രക്ഷിക്കാൻ പര്യാപ്തനായിരിക്കുന്ന ഏക മഷിക ഇവൻ തന്നെയാണെന്ന് അവരന്നേരം അറിയും. പണ്ട് അവർ ക്രൂശിച്ചു വന്നവൻ തന്നെയാണെന്ന് അവരന്ന് അറിയും. അന്ന് അവർ കരയും, നിലവിളിക്കും, ഗോത്രമായി വിലപിക്കും എന്നൊക്കെയാണ് സക്രിയപ്രവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഗോത്രങ്ങളും സ്ത്രീജനങ്ങളും തനിയെ പ്രലപിക്കുന്ന. അപ്പം ആ സമയത്താണ് കർത്താവ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വിഷയം ഇതാണ്. അതായത് കർത്താവായി യേശുക്രിസ്തു അടുത്ത് കർത്താവിന്റെ ആ വരവിന്റെ കാലഘട്ടം, ആ ഒന്നാമത്തെ വരവില് തന്റെ മരണ അടക്കത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാവോ? ഒരു മഹാ അനർത്ഥം, മഹാപീഡ ലോകത്തിൽ വരുമെന്നുള്ളത് കർത്താവിന്റെ പ്രസംഗം. അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസും 12 അപ്പോസ്തലന്മാരും എന്താ പ്രസംഗിച്ചേ? ഇത് തന്നെയാ പ്രസംഗിച്ചേ. ഉൽപ്രാണത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല, അവരത് പ്രസംഗിച്ചിട്ടില്ല, അവർക്കറിയില്ല. അവരവരുടെ മശിഹയുടെ വരവിനെ കുറിച്ച് പ്രസംഗിച്ച്, ആ മശിഹയുടെ വരവിന് മുമ്പേ വലിയൊരു നാശമുണ്ട്, പ്രയാസമുണ്ട്, പ്രയാസഘട്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് അവരുടെ എഴുത്തുകളിൽ നമുക്ക് ചില ഭാഗങ്ങളിൽ ചില സൂചകങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെയോ? പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യം. 3-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യം നോക്കിയേ. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. നോക്കിയേ, എന്തിനു വേണ്ടി ഭക്തിയും വിശുദ്ധിയും ഭക്തിയും ഉള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി? ഇങ്ങനെ ഇവയൊക്കെ, അതിന് മേലെ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സമയങ്ങളിൽ സംഭവിക്കേണ്ട ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരിക്കുന്ന ഒരു അനർത്ഥത്തിന് ശേഷം മാത്രമേ കർത്താവായ യേശു ക്രിസ്തു വരികയുള്ളൂ എന്ന് പത്രോസിന് നന്നായിട്ട് അറിയാം. പക്ഷെ പത്രോസ് ഇവിടെ പറഞ്ഞതായിരിക്കുന്ന ഈ കാര്യം ആകാശം ചുട്ടഴിക്കലും ഒക്കെ എന്ന് പറഞ്ഞാൽ 1000 ആണ്ടിന് മുമ്പല്ല കേട്ടോ, 1000 ആണ്ട് കഴിഞ്ഞിട്ടാണ്. അത് പ്രവചന ഭാഷയാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ പത്രോസിന് ഒന്നറിയാം. എന്തറിയാം? കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പേ അതിഭീകരമായിരിക്കുന്ന സ്ഥിതിയിലൂടെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. നോക്കിയേ,
പൗലോസ് പറഞ്ഞത് എന്താ? ആ മഹാ അനർത്ഥത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നതാണോ? തെസ്സലോനിക്ക ലേഖനമൊക്കെ നിങ്ങളെ പഠിച്ചു കേൾപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ പൗലോസ് പറയുന്നത് എന്തറിയാമോ? നമ്മൾ രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആ നാൾ കള്ളൻ എന്ന പോലെ നമ്മളെ പിടിക്കാൻ നമ്മൾ രാത്രിക്ക് ഇരുളിനുള്ളവരല്ല. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ അത്രയും നമ്മൾ വിളിച്ചിരിക്കുന്നതെന്നാ. നോക്കിയേ, എത്ര വ്യത്യാസമാണെന്ന് നോക്കിയേ. പത്രോസ് പറയുന്നത് അതിനു മുമ്പ്, അതായത് കർത്താവിന്റെ ആ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഒരു വലിയ അനർത്ഥം സംഭവിക്കുന്ന. ഇനിയും ഞാൻ വായിച്ചേൽപ്പിക്കാമേ. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 17 മുതലുള്ള വാക്യം. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാവിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവങ്കൽ പരമേൽപ്പിക്കട്ടെ. ന്യായവിധി നമ്മളിൽ തുടങ്ങാനായിന്ന്. നമ്മളില്, അതായത് അത് നമ്മിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ദൈവത്തിന്റെ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അപ്പൊ എന്താ പത്രോസിന്റെ പ്രത്യാശ? നിങ്ങൾ തന്നെ ഞാൻ ഈ വാക്യങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കണേ. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ചേർത്തിട്ടാണോ മായം ചേർത്തിട്ടാണോ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. അവരെന്തിനെയാ കാത്തിരുന്നേ? അവര് കാത്തിരുന്നത് ഒരു വലിയ മഹാപീഡന കാലം, അനർത്ഥം, ഒരു ഭയങ്കര ശോധനയുടെ കാലം വരുമെന്ന് തന്നെ പത്രോസും ഒക്കെ കാത്തിരുന്നേ. യോഹന്നാ സ്നാപകനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും 12 അപ്പോസ്തലന്മാരും അത് തന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, അതായിരുന്നു നടക്കേണ്ടിയിരുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയിട്ട് സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരികയും, അതായത് സ്വർഗത്തിൽ നിന്ന് യഹൂദനെയും പിന്നെ ലോകത്തിലൊക്കെ അനർത്ഥം വരും കേട്ടോ. മഹാപീഡനം ലോകത്തിലൊക്കെ ഉണ്ടാകും. എന്നാൽ അതിൻ്റെ ഏറ്റവും ഭയാനകമായിരിക്കുന്ന അവസ്ഥ യഹൂദനെ സംബന്ധിച്ചായിരിക്കും. അവരെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ അനർത്ഥം കൂടെ കഴിഞ്ഞാൽ, 7 വർഷത്തെ മഹാപീഡനം കൂടെ കഴിഞ്ഞാൽ കർത്താവ് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതായിരുന്നു. കർത്താവ് തിരിച്ചു വന്ന് യഹൂദനെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കേണ്ടതായിരുന്നു. കർത്താവ് പ്രസംഗിച്ച സുവിശേഷം നിവൃത്തിയാകണമായിരുന്നു. പക്ഷെ സംഭവിച്ചില്ല. എന്താ സംഭവിക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ യഹൂദൻ കർത്താവിനെ തള്ളിക്കളഞ്ഞു, 12 അപ്പോസ്തലന്മാരെയും തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം ആ പദ്ധതി സ്റ്റോപ്പ് ചെയ്തു. ഇല്ലെങ്കിൽ ഇതായിരുന്നു അടുത്ത സ്റ്റെപ്പായിട്ട് സംഭവിക്കേണ്ടിയിരുന്നത്. ഏതാ? മഹാപീഡനമാണ്. കർത്താവ് ഉയരത്തിലേക്ക് പോയതിനു ശേഷം ഭൂമിയെ സംബന്ധിച്ച് സംഭവിക്കേണ്ടിയിരുന്നായിരിക്കുന്ന കാര്യം ഈ മഹാപീഡനമാണ്. അത് നടക്കുകയും അതിനുശേഷം 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുകയും ചെയ്യുമായിരുന്നു. അതിലേക്കായിരുന്നു കടക്കേണ്ടിയിരുന്നത്. അത് മനസ്സിലായി. എന്നാൽ ആ പദ്ധതി സ്റ്റോപ്പ് ചെയ്തു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമൊക്കെ വായിച്ചു നോക്കിയേ. അവരുടെ വംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം, അവരുടെ എന്നൊക്കെ പറഞ്ഞാൽ യഹൂദന്മാരുടെയാണ്, അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർത്തുന്നല്ലാതെ എന്താകും? പിന്നെ അവരുടെ ലംഘനം ജാതികൾക്ക് രക്ഷയ്ക്ക് കാരണമായി എന്നെല്ലാം റോമാലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുക. ആ യഹൂദനെന്ന പ്രോഗ്രാം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ അടുത്തത് സംഭവിക്കേണ്ടിയിരിക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മഹാപീഡനമായിരുന്നു. മഹാപീഡനം സംഭവിച്ചതിന് ശേഷം നമ്മുടെ കർത്താവിന്റെ ഒലിവുമല പ്രത്യക്ഷതയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷെ ആ ഒലിവുമല പ്രത്യക്ഷത എന്ന് നടന്നാലും കുറച്ചു പേരെ കർത്താവിന്റെ പക്ഷത്തുണ്ടായിരിക്കുള്ളൂ എന്നുള്ളത് ഒരു പരമസത്യം. ഞാനത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞുവല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെയും 12 അപ്പോസ്തലന്മാരുടെയും ഉപദേശം, പ്രസംഗം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സുവിശേഷമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. യഹൂദന് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ സുവിശേഷമായിരുന്നു. ആ രാജ്യത്തിന്റെ സുവിശേഷം വിശ്വസിക്കുന്നവരെല്ലാം കാത്തിരിക്കേണ്ടത് എന്നറിയാമോ? കാത്തിരിക്കേണ്ടത് മഹാപീഡനം. അടുത്ത സ്റ്റെപ്പ് നടക്കേണ്ടത് മഹാപീഡനം. ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എന്താണെന്നറിയാമോ? കർത്താവായി യേശുക്രിസ്തുവിന്റെ ഉപദേശമായിരിക്കുന്ന 4 സുവിശേഷങ്ങളും 12 അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളും പഠിപ്പിക്കലും അല്ലേ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ 99.9% ആളുകളും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും
കാത്തിരിക്കുകയും ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അവരെന്ത് കാത്തിരിക്കണം? എന്തിനെ കാത്തിരിക്കണം? ഉൽപ്രാവണത്തെയാണോ? ഉൽപ്രാവണത്തെയാണോ അവർ കാത്തിരിക്കേണ്ടത്? കർത്താവിൻ്റെ ഉപദേശവും 12 അപ്പോസ്തലന്മാരുടെ ഉപദേശവും, അതായത് യഹൂദ ഉപദേശം ആണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന്റെ 99.9% ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും ഉൽപ്രാവണത്തെ പ്രതീക്ഷിക്കേണ്ട, കാത്തിരിക്കേണ്ട. നിങ്ങൾ കാത്തിരിക്കേണ്ടത് മഹാപീഡനത്തെയാണ്. കാരണം കർത്താവും 12 അപ്പോസ്തലന്മാരും അതാ ഉപദേശിച്ചത്, ആസന്ന ഭാവിയിൽ സംഭവിക്കാനുള്ള മഹാപീഡനം. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം വളരെ വ്യസനത്തോടെ, വേദനയോടെ ഞാൻ പറയട്ടെ. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലെ യേശു കർത്താവിൻ്റെ 3.5 വർഷത്തെ ഉപദേശമായ യഹൂദന്മാർക്കുള്ള ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷവും അവർക്കായിട്ട് നിയമിച്ച 12 അപ്പോസ്തലന്മാരുടെ സുവിശേഷവുമാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകം ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നെന്നുള്ളതുകൊണ്ട് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത്, അവരൊക്കെ അറിയാതെയെങ്കിലും വിശ്വസിക്കുന്നത്, കാത്തിരിക്കുന്നത് മഹാപീഡനത്തെയാണ്. അതാണ് ആസന്ന ഭാവിയിൽ അവരെ സംബന്ധിച്ച് നടക്കേണ്ടത്. അവരതിലേക്ക് തന്നെ പോകും. അത് മനസ്സിലാക്കുക. ഇതിൻ്റെ ഇടയിൽ അവര് പുട്ടിന് പീരായിടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പൗലോസിന്റെ ലേഖനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ഒന്ന് ചൂണ്ടിക്കാണിക്കുക, അത്രയേ ഉള്ളൂ. കാരണം അവര് പ്രസംഗിക്കുന്നതും ഉപദേശിക്കുന്നതും എല്ലാം ഈ പറയുന്നതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ന്യായപ്രമാണമാകുന്ന ഉപദേശവും ആ യഹൂദന്മാർക്ക് വേണ്ടി തിരഞ്ഞെടുത്തായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരെയുമാണ് അവർ പരിഗണിക്കുന്നത്. അവർക്ക് പിന്നെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന മഹാപീഡനമല്ലാതെ ഉൽപ്രാവണത്തിൽ അവരെങ്ങനെ ചേർക്കപ്പെടും? ഞാനത് പറയുമ്പോൾ വേദനിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അത് സംഭവിക്കരുതേ. അതല്ല നമ്മുടെ പ്രത്യാശ, അതല്ല നമ്മൾ പഠിക്കേണ്ടത്. അതെന്താണ് എന്നുള്ളത് ഞാൻ പല വീഡിയോകളിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന ക്രിസ്തീയ ലോകത്തിലുള്ളവരെല്ലാവരും ഉൽപ്രാവണമൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ യോഹന്നാൻ സ്നാപകൻ മുതൽ 12 അപ്പോസ്തലന്മാർ വരെയുള്ള ഉപദേശമാണ് അവർ അംഗീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ പ്രത്യാശ, അവരുടെ കാത്തിരിപ്പ് ആസന്ന ഭാവിയിൽ സംഭവിക്കാനുള്ള മഹാപീഡനമാണ്. അവരെന്തിനാ ഉൽപ്രാവണത്തെ കാത്തിരിക്കുന്നത്? ഇവർക്ക് ആർക്കെങ്കിലും ഉൽപ്രാവണം വെളിപ്പെട്ടിട്ടുണ്ടോ? വേണ്ട. കർത്താവ് ഉൽപ്രാവണത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ പറയുന്ന 12 അപ്പോസ്തലന്മാർക്ക് ഉൽപ്രാവണത്തെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യോഹന്നാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പോൾ അവരുടെ ഉപദേശം പിൻപറ്റുന്ന നിങ്ങൾക്ക് അങ്ങനെ പിൻപറ്റുന്നവരുണ്ടെങ്കിൽ, നിങ്ങളല്ലാട്ടോ, എന്നെ കേൾക്കുന്നവരല്ല പ്രിയമുള്ളവരെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തേ പ്രതീക്ഷിക്കാനുള്ളൂ? മഹാപീഡനമല്ലേ പ്രതീക്ഷിക്കാനുള്ളൂ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അത് യഹൂദ പദ്ധതിയാണ്, യഹൂദന്മാരെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതിയാണ്. നിങ്ങൾക്ക് ഈ ഉൽപ്രാവണത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഉപദേശമൊക്കെ എവിടെ നിന്ന് കിട്ടിയേ? അഥവാ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന സത്യം മനസ്സിലാക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചല്ല കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. എനിക്ക് കുറ്റപ്പെടുത്താൻ മനസ്സില്ല. വേദനിക്കുന്ന ഹൃദയത്തോടെ ഞാനിത് പറയുന്നത്. ഈ ഉൽപ്രാവണമൊക്കെ എവിടെ നിന്ന് കിട്ടിയ? ഞാൻ ആദ്യം മുതലേ എവിടെ നിന്ന് കിട്ടിയ? പത്രോസിന്റെ ലേഖനം പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഉൽപ്രാവണം കണ്ടെത്തിയോ? അവന്റെ സുവിശേഷങ്ങൾ പഠിപ്പിച്ചിട്ട് 4 സുവിശേഷങ്ങൾ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഉൽപ്രാവണം കണ്ടെത്തിയോ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പൗലോസിന്റെ ലേഖനത്തിൽ നിന്നല്ലേ? അതാ ഞാൻ പറഞ്ഞേ, പൗലോസിന്റെ ഉപദേശങ്ങളൊക്കെ ഇതൊരു മേമ്പൊടിക്ക് മാത്രം, അതായത് മറ്റുള്ള പഠിപ്പിക്കലിനൊരു മേമ്പൊടിക്ക് മാത്രം പൗലോസിന്റെ ഉപദേശം എടുത്ത് ചേർക്കുന്നു, ഉപദേശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകൾ ഒരു മേമ്പൊടി അല്ലെങ്കിൽ പുട്ടിന് പീരിടുന്ന പോലെ രക്ഷിക്കപ്പെടാനുള്ളതായിരിക്കുന്ന ഉപദേശവും ക്രൂശിന്റെ വചനമൊക്കെ കിടന്ന് ഈ പൗലോസിന്റെ ലേഖനത്തിൽ പോകണം. അത് അവിടെ നിന്ന് എടുക്കും. ബാക്കി എല്ലാ സങ്കീർത്തനങ്ങളും സുവിശേഷങ്ങളും പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ ലേഖനങ്ങളിൽ നിന്നും എടുക്കും. ഇതല്ല ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെയുള്ളവര് ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുവാണോ? അല്ലാട്ടോ. വഞ്ചിക്കപ്പെട്ടു പോകരുതേ, ചതിക്കപ്പെട്ടു പോകരുതേ. അവിടെ ഒന്നും ആ ഉൽപ്രാവണവും പ്രത്യാശയൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? മഹാപീഡനമാണ്. അതാണ് കർത്താവ് ഉപദേശിച്ചത്, അപ്പോസ്തലന്മാർ പ്രതീക്ഷിച്ചത്, എല്ലാം ആ മഹാപീഡനമാണെന്ന് ഓർക്കണം. ശരി, അപ്പോൾ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ട്
എന്നുള്ളതിലേക്ക് ഞാൻ വരട്ടെ. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലന് 6 7 വെളിപ്പാടുകൾ അഥവാ 6 7 മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പൗലോസ് അപ്പോസ്തലന് 6 7 മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടി. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മർമ്മം ഏതാണെന്നറിയാം? മർമ്മങ്ങൾ ഏതാണെന്നറിയാമോ? ഒന്ന്, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ മർമ്മം. 2, ആ സഭയുടെ അവസാനം സംഭവിക്കുന്ന, അല്ലെങ്കിൽ ആ സഭ എന്നവസാനിക്കും എന്നുള്ളതായിരിക്കുന്ന മർമ്മം. ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയുടെ ഉത്ഭവം, ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയുടെ അവസാനം. ഈ 2 മർമ്മങ്ങളാണ് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ടതായിരിക്കുന്ന എല്ലാ മർമ്മങ്ങളിലും അതിശ്രേഷ്ഠം എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒന്നാമത്തത് സഭയും രണ്ടാമത്തത് ആ സഭയുടെ അവസാനവുമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ആ 2 മർമ്മങ്ങളിൽ പെട്ടതായിരിക്കുന്ന രണ്ടാമത്തെ മർമ്മമാണ് ഈ പറയുന്ന ഉൾപ്രവണം. അതെങ്ങനെയാണ് പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്ന് സഭയാണ് ഒന്നാമതായിട്ട് വെളിപ്പെട്ട മർമ്മം എന്ന് ഞാൻ പറയട്ടെ. അതായത് ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭ. ആ സഭയല്ല. ഏത് സഭ? യഹൂദന്മാരുടെ സഭയൊന്നുമല്ല ഈ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ സഭയല്ല ഇത്. പൗലോസിന് വെളിപ്പെട്ട സഭയാണ്. അത് പൗലോസിന് വെളിപ്പെട്ട മർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 24-25 വാക്യം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. പൗലോസ് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയുടെ ശുശ്രൂഷകനാണ്. ആ സഭ അവിടെ വായിക്കുക, 26-ാം വാക്യം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമായി ഈ സഭ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക്, പൗലോസിന് വെളിപ്പെട്ടു, പൗലോസിലൂടെ പിന്നെ പൗലോസിന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു എന്നായി പറഞ്ഞ്. അല്ലാതെ 12 അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു എന്നല്ല. അങ്ങനെയൊന്നും ആക്കി തീർക്കല്ലേ കേട്ടോ. അതൊന്നുമല്ല ഇവിടെ പറഞ്ഞത്. ആ 12 അപ്പോസ്തലന്മാരെ കുറിച്ചൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ. അവരെ അവരെങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. പ്രമാണിമാരെങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. അവരാരും എന്നെ ഒന്നും ഗ്രഹിപ്പിച്ചിട്ടില്ല. അതാ പൗലോസ് അവരെ കുറിച്ച് പറഞ്ഞത്. ഇത് അവരെ കുറിച്ചല്ല. ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു എന്ന് പറയുന്നത് പൗലോസിന്റെ കൂടെ ഉള്ളായിരിക്കുന്ന ബർന്നബാസ്, തീത്തോസ്, തിമോത്തിയോസ്, അങ്ങനെയുള്ളായിരിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞ് നോക്കിയേ. ഈ സഭ മറഞ്ഞിരുന്ന മർമ്മമായിരുന്നു എന്ന് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും. അപ്പോൾ പൗലോസിന് വെളിപ്പെട്ട ഒരു മർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തായിരുന്നു? വ്യക്തമായിട്ട് പറയുന്നു. അതൊന്നും ഒരു മർമ്മം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. രണ്ടാമത്തെ മർമ്മം എന്താ? രണ്ടാമത്തെ മർമ്മം നോക്കിയേ. ആ സഭയുടെ അവസാനം അതെപ്പോഴാണ് അവസാനിക്കുക? ഈ സഭ വെളിപ്പെട്ടതും പൗലോസിനാണ്. ഈ സഭ എപ്പോഴും അവസാനിക്കുമെന്നുള്ളതും പൗലോസിനാണ് വെളിപ്പെട്ടത്. ആ രണ്ടാമത്തെ മർമ്മം എന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 50 മുതലുള്ളായിരിക്കുന്ന വാക്യം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം കേട്ടോ. ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാമെന്ന്. അതുവരെ ആർക്കും വെളിപ്പെടാത്ത രഹസ്യം. എന്താ ആ രഹസ്യം? ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതാണ് പൗലോസിന് വെളിപ്പെട്ട മർമ്മങ്ങളിലെ രണ്ടാമത്തെ അതിശ്രേഷ്ഠമായ മർമ്മം. 1 സഭ, 2 ആ സഭയുടെ സമാപ്തി. അതെങ്ങനെയാ സമാപ്തി? ആ സമാപ്തി കർത്താവായി യേശു ക്രിസ്തു ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ ഈ സഭയിൽ, അതായത് പൗലോസിന് വെളിപ്പെട്ട ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയിൽ ഉള്ളവരായിരിക്കുന്ന മരിച്ചുപോയവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ആ പൗലോസിന്റെ ഉപദേശം വിശ്വസിക്കുന്നവരായിരിക്കുന്നവർ നാം എന്ന പൗലോസോടെ പറഞ്ഞ്
1 തെസ്സലോനിക്ക ലേഖനം 4:16. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഈ കാര്യത്തെ പറഞ്ഞത് ആദ്യം പറഞ്ഞത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിന്റെ 50 മുതലുള്ള വാക്യങ്ങളിലാണ്. അതൊരു മർമ്മമാണെന്നാ പറഞ്ഞത്. അതിന്റെ വിശദീകരണമാണ് 1 തെസ്സലോനിക്കർ 4:16, 17, 18 വാക്യങ്ങളിൽ കിടക്കുന്നത്. അപ്പൊ അവിടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഈ സഭ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ, ഈ സഭ പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞു കിടന്നിട്ട് പൗലോസിലൂടെ വെളിപ്പെട്ട് ഇങ്ങനെ ഒരു സഭയ്ക്ക് രൂപം കൊടുത്ത ദൈവം അതുപോലെ തന്നെ ആരും അറിയാതെ ഈ സഭയെ സ്വർഗത്തിലേക്ക്, കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കുകയും ചെയ്യും. ഈ 2 മർമ്മങ്ങളാണ് പൗലോസിന് വെളിപ്പെട്ടെ. അപ്പോൾ പൗലോസ് അതിനെക്കുറിച്ചൊക്കെ തെസ്സലോനിക്ക ലേഖനത്തിൽ ധാരാളം വാക്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ ആദ്യം പറഞ്ഞല്ലോ, ധാരാളം വാക്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും മഹാപീഡനത്തിനുള്ളവരല്ല എന്ന് പൗലോസ് പറഞ്ഞത് ഈ അടിസ്ഥാനത്തിലാണ്. ആ മഹാപീഡനത്തിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശം വരികയും തൻ്റെ സഭയെ, ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയെ, അല്ലാതെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ സഭയല്ല. ഇത് ആദ്യം മനസ്സിലാക്കണം. അത് യഹൂദന്മാരുടെ സഭയാണ്. ഈ 2 സഭയും തരംതിരിച്ച് പിടിക്കണം. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ സഭയെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കേൾക്കാത്തവർ കേൾക്കണം കേട്ടോ. അപ്പം ആ സഭയെക്കുറിച്ചല്ല, ഈ പൗലോസിന് വെളിപ്പെട്ട സഭ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതോടെ ഈ സഭ എന്ന പരിപാടി, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ, ആ സഭ എന്ന പരിപാടി ഭൂമിയിൽ അവസാനിക്കും. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25, 26 വാക്യം നിങ്ങൾക്കറിയാമല്ലോ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കേണ്ടതിന് ഈ രഹസ്യം, അത് മർമ്മമാണ്, ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. നോക്കിയേ, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശം വന്ന് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയെ സ്വർഗത്തിലേക്ക് എടുക്കും. ഈ സഭയുടെ ആ ഉൾപ്രവേശനമാണ്, അതിനെയാണ് പണ്ഡിതന്മാർ ഉൽപ്രാവണം എന്ന് പറയുന്നത്. ഈ ഉൽപ്രാവണത്തിൽ പങ്കാളികളാകണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശവും 12 അപ്പോസ്തലന്മാർ നിങ്ങളുടെ അപ്പോസ്തലന്മാരാണെന്നും പറഞ്ഞ് അവരുടെ ഉപദേശവും പഠിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ പ്രത്യാശ മഹാപീഡനമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ നിങ്ങൾ പ്രത്യാശിച്ചുകൊണ്ടിരുന്നാൽ ഈ പൗലോസിന്റെ ഉപദേശത്തിൽ ഇന്ന് എത്ര പേര് നിൽക്കുന്നു? പൗലോസിന്റെ ഉപദേശമാണ് ഞങ്ങളുടെ രക്ഷാമാർഗം. പൗലോസിന്റെ എന്ന് പറയാൻ പറ്റില്ല, പൗലോസിലൂടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന് നൽകിയ ഉപദേശമാണ് ഞങ്ങളുടെ രക്ഷാമാർഗം. അതായത് കാൽവരി കുരിശിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായ രക്ഷ എന്ന പൗലോസിലൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന ആ മഹാകാര്യമാണ് ഞങ്ങളുടെ ആത്മരക്ഷ എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വളരെ കുറച്ചല്ലേ ഉള്ളൂ, വളരെ കുറച്ച്. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെടുന്നവര് വളരെ കുറച്ചേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. പൗലോസിന്റെ ഉപദേശം അല്ലാതെ മറ്റു ഉപദേശങ്ങളിൽ നിന്നിട്ട് ഉൽപ്രാവണവും കാത്തിരിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പഴഞ്ചൊല്ല് പറയില്ലേ, എനിക്ക് അപ്പൻ്റെ കൂടെ കിടക്കുകയും ചെയ്യണം, അമ്മയുടെ മുലപ്പാൽ കുടിക്കുകയും ചെയ്യണം. ഇതാണ് നിങ്ങളുടെ സ്ഥിതി. കൈവിടപ്പെട്ടു പോകും, ഉൽപ്രാവണത്തിൽ കൈവിടപ്പെട്ടു പോകും. മഹാപീഡനം തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ അതിലേക്ക് കിടക്കും. അതാണല്ലോ അവരുടെ പ്രതീക്ഷ. ആ ഉപദേശത്തിന്റെ പ്രതീക്ഷ മഹാപീഡനമല്ലേ, അവരതിലേക്ക് കിടക്കും. പക്ഷേ ഉൽപ്രാവണം നിങ്ങൾക്കുള്ളതല്ല, അങ്ങനെ വിശ്വസിക്കുന്നവർക്കുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്നെ കേൾക്കുന്നവർ ക്ഷമിക്കണം, ഞാൻ നിങ്ങൾ എന്ന് വല്ലപ്പോഴും വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്നവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, നിങ്ങൾക്കിത് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് അവർക്കുള്ളതല്ല. അത് എന്താണ് ഉൽപ്രാവണം എന്ന് പറയുന്നത്? പൗലോസിലൂടെ വെളിപ്പെട്ടായിരിക്കുന്ന ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ കീഴിലുള്ളവർക്കാണ്. മറ്റവർ അതുപോലും സമ്മതിക്കില്ല. അവർ പറയുന്നത് അറിയാമോ, ഞങ്ങൾ മണവാട്ടി സഭയാന്ന് പറഞ്ഞത്. എന്നിട്ട് മണവാട്ടി സഭ ഉൽപ്രാവണത്തെ കാത്തിരിക്കുക. എന്ത് വിരോധാഭാസമാണ്! മണവാട്ടി സഭയ്ക്ക് എവിടെയാണ് ഉൽപ്രാവണം? മണവാട്ടി സഭ യഹൂദ സഭയാണ്. അതൊക്കെ ഞാൻ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. അവർ ഉൽപ്രാവണത്തെ കാത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ട്? അവരുടെ പ്രത്യാശ എന്താ അറിയാം, അവർക്ക് കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യവും എന്താ അറിയാം. അത് തന്നെയല്ല, അവർ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. 1000 ആണ്ട് അവരുടെ കാത്തിരിപ്പ്. അങ്ങോട്ടേക്ക് കടക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ കടക്ക്. പക്ഷെ അതിനു മുമ്പേ അങ്ങനെ ആ ഉപദേശം കാത്തിരിക്കുന്നവർക്ക്, രാജ്യത്തിന്റെ സുവിശേഷം കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാനുള്ളത് ആദ്യം സംഭവിക്കുന്നത് മഹാപീഡനമാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ അനുഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെടുന്നവർ വളരെ തുച്ഛമായിരിക്കും
എന്ന് ഞാൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പൗലോസിൻ്റെ ഈ സത്യസുവിശേഷത്തിനെതിരെ വലിയ പ്രശ്നമുണ്ടായി. വലിയ പ്രശ്നം. എന്ത് പ്രശ്നമാണ്? എവിടുന്ന പ്രശ്നം ഉണ്ടായേ? നിങ്ങൾക്കറിയാമോ? എൻ്റെ സമയം ദീർഘമായി പോകുന്നുണ്ട്, അതുകൊണ്ടും എനിക്കൊരു വിഷമമുണ്ട്. എന്നാലും ഞാൻ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞോട്ടെ. അല്പം ദീർഘമായാലും നിങ്ങൾ കേൾക്കുമല്ലോ. പൗലോസിൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ പൗലോസ് പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കൊരിന്ത്യയിലെ വിശ്വാസികൾ, പൗലോസിൻ്റെ സഭയാണല്ലോ കൊരിന്ത്യ സഭ, അവിടുത്തെ വിശ്വാസികൾ എന്താ പറഞ്ഞേ? ഞങ്ങള് ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ, ഞങ്ങള് കേഫാവിൻ്റെ പക്ഷക്കാർ, ഞങ്ങള് അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാർ എന്നും പറഞ്ഞ് വേർതിരിവുണ്ടായത് നിങ്ങൾക്ക് അറിയില്ലേ? എന്താ കാരണം എന്നറിയാമോ? ഈ പൗലോസിനെ അംഗീകരിക്കരുത്. പൗലോസിനെ ആരാ അപ്പോസ്തലനാക്കിയത്? പൗലോസിനെ അംഗീകരിക്കാൻ പറ്റില്ല. പൗലോസിൻ്റെ ഉപദേശം കൊണ്ട് പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ലെന്ന് യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളവർ വന്ന് കൊരിന്ത് സഭയിൽ പ്രശ്നമുണ്ടാക്കി പറഞ്ഞു. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഭിന്നതകളുണ്ടായി. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ളിരിക്കുന്ന വാക്യം. ഒരുത്തൻ വന്ന്, അതായത് ഇങ്ങനെ യെരുശലേമിലെ സഭയിൽ നിന്ന് കുറച്ച് പേര് വന്ന് കൊരിന്ത്യ സഭയെ കലക്കി കളഞ്ഞവരെ കുറിച്ച് പൗലോസ് പറയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അതെന്താ ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു? നിങ്ങൾക്കറിയാവോ? ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ഇത് യെരുശലേമിലെ സഭയിലുള്ളവർ വന്നാണ് കൊരിന്ത്യ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എങ്ങനെ തെളിയിക്കാൻ പറയുന്നത്? എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അന്ന് യേശു ക്രിസ്തുവിനെ അറിയുകയും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ എത്ര പേരുണ്ട് അന്ന് പൗലോസിൻ്റെ ആ കാലത്ത്? ഒന്നാകെ വിശ്വസിക്കുന്നവർക്കല്ലേ അത് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. വിശ്വസിക്കാത്തവർക്ക് പറയാൻ പറ്റുമോ? ആകെ യെരുശലേമിലെ സഭയിലെ യഹൂദന്മാരും ഉണ്ട്, പിന്നെ പൗലോസിൻ്റെ സുവിശേഷം കേട്ടവരുമുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന സഭകളിൽ വന്ന് ഒരു യേശുവിനെ പ്രസംഗിക്കണമെങ്കിൽ അത് യെരുശലേമിലെ സഭയിൽ നിന്നല്ല വന്നേ. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി തെളിയിച്ചു തരാം. പക്ഷെ ഇതിനൊന്നും ഇന്നത്തെ വീഡിയോയിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിക്കൂ. അവിടെ പറയുന്നത്, ഞങ്ങൾ അയക്കാതെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങളെ മറിച്ചു കളഞ്ഞു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് പത്രോസും യാക്കോബും ഒക്കെ പറയുന്നത് കേൾക്കാൻ പറ്റും. ഞങ്ങൾ അറിയിക്കാതെ, ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചിലർ വന്ന്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 24-ാം വാക്യം വായിച്ചാൽ മതി കേട്ടോ. അപ്പം വ്യക്തമാണ്, യെരുശലേമിൻ്റെ സഭയിൽ നിന്ന് വന്ന ചിലരെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം, എന്നാൽ ആ കൂടെ ന്യായപ്രമാണം ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കൊരിന്ത്യ സഭയെ മറച്ചു കളഞ്ഞപ്പോൾ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞതറിയാമോ? അത് മറ്റൊരു യേശു, മറ്റൊരു ആത്മാവും മറ്റൊരു ഉപദേശം എന്നാണ് പറഞ്ഞ മനസ്സിലായില്ലേ? പൗലോസ് ജീവിച്ചിരിക്കെ തന്നെ പൗലോസിൻ്റെ ഈ സത്യ സുവിശേഷത്തിന് തുരങ്കം വെച്ചിരുന്നു. അന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം നിങ്ങളൊന്ന് നോക്കിയേ. ഗലാത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളൊന്ന് നോക്കിയേ. അവിടെ പൗലോസ് പറയുന്ന വാക്യങ്ങൾ നോക്കിയേ. ഗലാത്യരുടെ ഇടയിലും വന്ന് ഈ കൊരിന്തിലെ യെരുശലേമിലെ സഭയിലുള്ളായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളായിരിക്കുന്ന യഹൂദ വിശ്വാസികൾ വന്ന് ഗലാത്യ സഭയിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ വേറൊരു കള്ള സുവിശേഷം പറഞ്ഞ് ഇവരെ വഞ്ചിച്ച് കളയാനും ചതിക്കാനും നോക്കി. അതിനെക്കുറിച്ച് വളരെ താക്കീത് ചെയ്തുകൊണ്ടാണ് ഗലാത്യ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6 മുതലൊന്ന് വായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ഇപ്പം നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചെത്തുന്ന വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു ഉപദേശം. അതായത് അത് വേറെ യേശുവാണ്. യെരുശലേമിൽ പ്രസംഗിച്ച യേശുവിനെ ഞങ്ങൾ അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? അതായത് ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നില്ല. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം എന്ന് പറഞ്ഞാൽ ആ യേശു ക്രിസ്തു അല്ല പൗലോസിന്റെ ഉപദേശം. 3.5 വർഷം എന്ത് ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത ആ യേശു പൗലോസിന്റെ ഉപദേശ വിഷയം അല്ലെന്ന്.
എന്നാൽ അതേ യേശുവിനെ, ആ 3.5 വർഷത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ യേശുവിനെ വിശ്വസിക്കണം, ഒപ്പം ന്യായപ്രമാണവും കേൾക്കണം എന്ന് പറയാൻ അന്ന് ഭൂമിയിൽ പ്രാപ്തിയുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെ യേശുവിനെ വിശ്വസിക്കുന്നവർ ആരേ ഉള്ളൂ? യെരുശലേമിലെ സഭയേ ഉള്ളൂ. പിന്നെ പൗലോസ് പറയുന്നത് വിശേഷം വിശ്വസിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ ആർക്കാ യേശുവിനെ അറിയുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്നിട്ട് അവിടെ പറയുകയാണ്, അത് വേറൊരു സുവിശേഷം എന്ന് നോക്കിയേ, നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇത്ര കർക്കശമായിട്ട് പൗലോസ് പറയാനായിട്ടുള്ള കാരണം എന്താണെന്നറിയാമോ? പൗലോസിന്റെ ഈ സുവിശേഷത്തിലെ രാജ്യത്തിന്റെ ആ സുവിശേഷം ചേർക്കാൻ പറ്റില്ലെന്നേ. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാവുന്നില്ല. എന്തൊരു സങ്കടമാണ് ഞാൻ ഓർക്കുക. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാവുന്നില്ല. അവരാ രാജ്യത്തിന്റെ സുവിശേഷം എടുത്ത് ഇവിടെ കൊണ്ടുവരും, എന്നിട്ട് പ്രസംഗിക്കുക, എന്നിട്ട് പൗലോസ് പറയുന്ന ഉൽപ്രാവണം കാത്തിരിക്കും. പോവോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തില് ഇങ്ങനെ വന്ന് കലക്കം ഉണ്ടാക്കി നിൽക്കുന്ന യെരുശലേമിലെ സഭയിലുണ്ടായിരിക്കുന്ന ആ ശിഷ്യന്മാരെ കുറിച്ച് പിന്നെയും പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിയേ. പ്രായ എന്ന് ഞാൻ കർത്താവ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാണ്, 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കുന്നു. പൗലോസിന്റെ സുവിശേഷത്തോട് ആ സുവിശേഷം, യെരുശലേമിലെ സുവിശേഷം, 12 പുസ്തകമായിട്ട് സുവിശേഷം, കർത്താവായി യേശു ക്രിസ്തു 3.5 കൊല്ലം ഉപദേശിച്ച സുവിശേഷം ചേർക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ച് കളഞ്ഞാൽ, കാരണം എന്താ? ഇതെന്താ പറയുന്നത്? അത് ഈ സുവിശേഷം പൗലോസിനെ പരമേൽപ്പിച്ചത് ഈ കർത്താവാണ്. ഉയരത്തിലേക്ക് പോയ കർത്താവ് ഉയരത്തിൽ നിന്ന് പൗലോസിനെ വിളിച്ച് പരമേൽപ്പിച്ചതാ. പൗലോസിന് സ്വന്തം കിട്ടിയതല്ല, കർത്താവ് നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്ത. അതുകൊണ്ടാണ് ഇത്ര ശക്തമായി പൗലോസ് പറയുന്നത്. എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ളവർ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ ആ അംഗച്ഛേദം ചെയ്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. നിങ്ങളെ ഈ വേറൊരു ഉപദേശം പറഞ്ഞ്, വേറൊരു സുവിശേഷം പറഞ്ഞ് കലഹിപ്പിക്കുന്നവരില്ലേ, അവരവരുടെ നാവ് മുറിച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന്. അത്ര ശക്തമായിട്ട് പൗലോസ് പറയുന്നത്. എന്തുകൊണ്ട്? അത് തെറ്റാണോ? അല്ല. ആ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം, കർത്താവ് പറഞ്ഞ സുവിശേഷം അത് ശരിയാ. പക്ഷെ അത് ആർക്കുള്ളതാ? അത് യഹൂദന്മാർക്കുള്ളതാ. അതിന്റെ പ്രത്യാശ എന്താ? വരാനിരിക്കുന്ന സമീപകാലത്ത് സംഭവിക്കാനുള്ളത് എന്താ? വരാനിരിക്കുന്ന മഹാപീഡനമാണ്. അത് കഴിഞ്ഞിട്ടേ കർത്താവ് വരുള്ളൂ. ആ കഷ്ടം കഴിഞ്ഞ ഉടനെ കർത്താവ് വരുള്ളൂ അവരുടെ അടുത്തേക്ക്. അതാ അവിടുത്തെ സുവിശേഷം. അതെടുത്ത് ഇതിനകത്ത് ചേർക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞ, അങ്ങനെ നിങ്ങളെ കലഹിപ്പിക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. അവൻ അംഗച്ഛേദം ചെയ്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പൗലോസിന്റെ സുവിശേഷത്തിൽ പൗലോസിന്റെ വചനങ്ങൾ 13 ലേഖനങ്ങളിൽ നിന്ന് ഇവിടുന്ന് കുറച്ച്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് പുട്ടിന് പീരയിടുന്നത് പോലെ കുറച്ചെടുത്ത് അവിടെയൊക്കെ കൊടുത്താൽ നിങ്ങൾ അതിനകത്താണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ അതിനകത്താകുമോ? നിങ്ങൾക്ക് ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടാൻ പറ്റുമോ? ഇല്ല. സത്യമല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും പറയുന്നത്, നിങ്ങൾ ഓർക്കുക. അപ്പം പൗലോസിന്റെ സുവിശേഷത്തെ തുരങ്കം വെക്കുന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ അന്നേ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മാത്രമല്ല, പൗലോസിന്റെ സുവിശേഷത്തെ തുറന്നു വയ്ക്കാന്ന് മാത്രമല്ല, ഇവര് വന്ന് പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ വരെ ചോദ്യം ചെയ്തിരുന്നു. ആരാ? യെരുശലേമിൽ നിന്ന് വന്നവരായിരിക്കുന്നവർ പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തലത്വത്തെ വരെ ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് പൗലോസിന് പലപ്പോഴും തൻ്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് കൂടുതൽ ശക്തിയോടെ പറയേണ്ടതായിട്ട് വന്നു. ഒരു കൊരിന്ത്യ സഭയിലും ഒക്കെ വന്നിട്ട് പൗലോസിന്റെ അപ്പോസ്തലത്വത്തിനെതിരെ വളരെ വളരെ പ്രയാസകരമായിരിക്കുന്ന വിധത്തിൽ അവർ സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് കൊരിന്ത്യ സഭയിലൊക്കെ പറയുന്ന കാര്യം. ഞാനൊരു വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവിടെ നോക്കിയേ, ഞാൻ അതിശ്രേഷ്ഠതയുള്ള ഞാൻ മേലെ വായിച്ച വാക്യത്തിൻ്റെ താഴെ കേട്ടോ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം.
ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. എന്തിനാ പൗലോസ് ഇത് പറയേണ്ട വന്നേ? എന്തിനാ പൗലോസ് പറയേണ്ട വന്നേ? ഒന്ന് രണ്ട് വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. 12-ാം അധ്യായം, അതിൻ്റെ 12-ാം അധ്യായത്തിന് 15-ാം വാക്യം, 2 കൊരിന്ത്യർ 12 അധ്യായം 15-ാം വാക്യം. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 11 മുതലായിരിക്കുന്ന വാക്യം. 11 മുതൽ, ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല, എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. വീണ്ടും പറയുക, ഞാൻ അപ്പോസ്തലനാണെന്നേ, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനാണെന്നേ, ഞാൻ അവരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ലെന്ന് എന്തിനെ കൊരിന്ത്യരോട് ആവർത്തിച്ച് പറയുന്നത്? കൊരിന്ത്യരുടെ ഇടയിൽ സംശയം ജനിപ്പിച്ചു. ആര്? യെരുശലേമിൽ നിന്ന് വന്നവര്, കർത്താവിനോട് കൂടെ 3.5 കൊല്ലം നടന്ന് ശുശ്രൂഷ ചെയ്ത കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരല്ലേ ഈ 12 പേര്. ഈ പൗലോസിനെ ആരാ അപ്പോസ്തലനാക്കിയെന്നുള്ളതായിരിക്കുന്ന പ്രശ്നം വരെ അവിടെ ഉണ്ടായി. പൗലോസിന്റെ ഉപദേശത്തെ ചോദ്യം ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ച മാർഗങ്ങളാണ്. അതുകൊണ്ട് പൗലോസോട് പറയുന്നത്, ഞാൻ ഏതുമില്ല, എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ട് വന്നുവല്ലോ. നോക്കി എത്ര വ്യക്തമായിട്ട് പൗലോസ് എന്തിനാ പറയുന്നറിയോ? പൗലോസിന്റെ അപ്പോസ്തലത്വത്തിനെതിരെ പലപ്പോഴും പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വാക്യം കൂടെ വായിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 9-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 9-ന്റെ 1 മുതൽ 3 വരെ. ഞാൻ സ്വതന്ത്രനല്ലയോ? ഞാൻ അപ്പോസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലനല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ കാണുന്നു. കർത്താവിൽ എൻ്റെ അപ്പോസ്തലത്തിന്റെ മുദ്ര നിങ്ങളല്ലോ. എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാവുന്നു. നോക്കിക്കേ, പൗലോസ് വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ അപ്പോസ്തലനല്ലേ എന്ന് പറഞ്ഞാൽ ഈ കേഫാവിന്റെ പക്ഷക്കാരാകുവാനും കർത്താവിന്റെ പക്ഷക്കാരാകുവാനും അപ്പോൾ കുറെ പേരെ ഈ കൊരിന്ത് സഭയിൽ വഞ്ചിച്ച് കളഞ്ഞില്ലേ? ആ വഞ്ചിച്ച് കളഞ്ഞവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പൗലോസിനെ ആരാ അപ്പോസ്തലനാക്കിയത്? പൗലോസിനെ ആരാ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്? നിങ്ങൾക്കറിയാമോ? പൗലോസിനെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടതും പൗലോസിനെ കർത്താവ് തൻ്റെ അപ്പോസ്തലത്വത്തിനായി വിളിച്ചു എന്നുള്ളതും അറിയാവുന്ന, അതായത് അതിന് സാക്ഷിയായിരിക്കുന്ന, നേരിട്ട് അറിയാവുന്ന വേറെ ആരും ഭൂമിയിലില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്തും ആരുമില്ല. ദമസ്കോസിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പൗലോസ് മാത്രമാണ് ഈ കാര്യം പറഞ്ഞ് പുറത്ത് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ അപ്പോസ്തലത്വത്തിന് എതിരെ ചോദ്യം ചെയ്യലുണ്ടായി. കാരണം സാക്ഷികളില്ലാതെ ഒരാൾ പറയുന്നതായിരിക്കുന്ന വാക്കുകളെ എങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റും? സാക്ഷികളില്ല. ഈ ലൂക്കോസാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ലൂക്കോസ് പൗലോസിനെ ദമസ്കോസിൽ വെച്ച് പിടിച്ചു എന്ന് എഴുതിയത് പൗലോസിൽ നിന്ന് കേട്ടിട്ട് എഴുതിയതാണ്. അല്ലാതെ ലൂക്കോസ് അവിടെ കണ്ടിട്ടില്ല. പൗലോസിന്റെ കൂടെ ആകെ ഉണ്ടായിരുന്നത് ആരെന്നറിയാമോ? പിന്നെ മഹാപുരോഹിതന്മാരുടെ ചില ഭടന്മാർ മാത്രം. ദമസ്കോസിലുള്ള യഹൂദ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് പോകുന്ന പോക്കാം. അന്നേരം കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അവിടെ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നിരിക്കുന്ന കുറച്ച് ഭടന്മാർ പോലും എന്താ കണ്ടത്? ഒരിടത്ത് എഴുതി അവർ കുറച്ച് ശബ്ദം കണ്ടു, ഒരിടത്ത് എഴുതി അവർ കുറച്ച് വെളിച്ചം കണ്ടു. അവർക്ക് തന്നെ മനസ്സിലായില്ല ഇത് എന്താണ്, ഇത് ആരാണ്, എന്താ സംഭവിക്കുന്നത് അവർക്ക് പോലും മനസ്സിലായില്ല. അപ്പൊ പിന്നെ പൗലോസിനെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്തു എന്ന് സാക്ഷ്യം പറയാനായിട്ട് ആരും രണ്ടാമതൊരാളില്ല. അങ്ങനെയുള്ള പൗലോസിന്റെ വാദഗതി ഞാൻ അപ്പോസ്തലനാണെന്ന് പറഞ്ഞാൽ ആരംഗീകരിക്കാനാണ്? ഇതുകൊണ്ടാണ് 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളവരായിരിക്കുന്നവർ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തത്. അതുകൊണ്ടാണ് പൗലോസിന്റെ ഈ ഉപദേശത്തിനെതിരെ അവർ തുരങ്കം വെച്ചത്. യെരുശലേമിലെ അപ്പോസ്തലന്മാർ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അത് കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരാണ്. ന്യായമല്ല. ഇന്നത്തെ ക്രിസ്ത്യാനികളും അതല്ലേ ചിന്തിക്കുന്നത്. കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെക്കാളും വലുതാണോ പൗലോസ് എന്ന പലരും ചോദിക്കുന്നത്. അവർക്കറിയില്ല ദൈവത്തിന്റെ ഈ 2 പദ്ധതികളെ കുറിച്ച്. ആ പദ്ധതി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചത്, പൗലോസിനെ വിളിച്ചതെന്നുള്ളത് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പൗലോസിന് ആവർത്തിച്ച് പറയേണ്ടി വന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർക്ക് അതിനേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. ഞാൻ പൗലോസിന്റെ ഉപദേശത്തിന് തുരങ്കം വെച്ചു, പൗലോസിന്റെ അപ്പോസ്തലത്വത്തിനും ചോദ്യം ചെയ്തു. അങ്ങനെ പൗലോസിന്റെ ഈ സുവിശേഷത്തിന് അന്ന് മുതലേ വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പൗലോസിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. പൗലോസ് അതിനെക്കുറിച്ച് അത് സംഭവിക്കും, ഈ കൃപയുടെ സുവിശേഷം നിന്നു പോകും എന്നുള്ളത് പൗലോസിന് അറിയാമായിരുന്നു.
അത് പൗലോസ് മുൻകൂട്ടി പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാമോ? അത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഞാനൊരു വാക്യം വായിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് 20-ാം അധ്യായത്തിൻ്റെ 27 മുതലായിരിക്കുന്ന വാക്യം. 27. ദൈവത്തിൻ്റെ ആലോചന, അപ്പോൾ 20-ാം അധ്യായം 27 മുതൽ. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയായി മേയ്പാൻ. ഇത് ആരോടെ പറയുന്ന അറിയാമോ? എഫേസോസിലെ മൂപ്പന്മാരോടാണ്. എഫേസോസിലെ മൂപ്പന്മാരെ വിളിച്ച് വരുത്തിയിട്ട് പൗലോസ് പറയുന്നത്, മിലേത്തോസിൽ നിന്ന് എഫേസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി മിലേത്തോസിൽ വെച്ച് കടപ്പുറത്ത് വെച്ച് അവരോട് സംസാരിക്കുന്നതാണ്. അവസാനത്തെ വാക്കുകളാണ്. പൗലോസ് പിടിക്കപ്പെടാൻ പോവുക, യെരുശലേമില് പിടിക്കപ്പെടാൻ പോവുക. അതിനുമുമ്പ് പറയാ, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം, നോക്കി എത്ര വ്യക്തം പറയുന്നു നോക്കി, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ഞാൻ പോയ ശേഷം, പൗലോസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാ കൊരിന്ത സഭയിലും ഗലാത്യ സഭയിലും ഒക്കെ പ്രശ്നം ഉണ്ടായത്. പിന്നെ പൗലോസ് പോയാൽ പിന്നെ ഈ സുവിശേഷം നിലനിൽക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നോക്കി എത്ര വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ പോയ ശേഷം വിപരീത ഉപദേശം പറയുന്നതായിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുമെന്ന് പൗലോസ് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് അറിയാമോ? നിങ്ങൾക്കറിയാമോ? പൗലോസ് അപ്പോസ്തലന്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ കൃപയുടെ സുവിശേഷം, ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ സുവിശേഷം അധികകാലം നീണ്ടു നിന്നില്ല. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ അധികാലം നീണ്ടു നിന്നില്ല. എന്താണ്? വലിയ സത്വം വിഴുങ്ങിക്കളയുന്നത് പോലെ രാജ്യത്തിൻ്റെ സുവിശേഷം, അല്ലെങ്കിൽ യഹൂദന്മാരുടെ സുവിശേഷം, പൗലോസിൻ്റെ സുവിശേഷത്തെ വിഴുങ്ങിക്കളഞ്ഞു. പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെയും വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ട് പൗലോസിൻ്റെ സുവിശേഷം ഇങ്ങനെ ഒരു പേരിന് ബൈബിളിൽ ചേർത്തു, അല്ലെങ്കിൽ ആ വിധത്തിൽ ചേർത്തു. മറ്റേ സുവിശേഷം അടിക്കടി പറയാനും പ്രസംഗിക്കാനും തുടങ്ങി. ഏതാ? രാജ്യത്തിൻ്റെ സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉപദേശം, 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം. അവരെ ചെറുതാക്കിയല്ല, അവരെ കുറ്റം പറയല്ല. അത് യഹൂദന്മാരുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ്. ആ പദ്ധതി കൊണ്ടൊന്നും ഇതിൽ ചേർക്കാൻ പറ്റില്ല, പൗലോസിന്റെ സുവിശേഷത്തിൽ ചേർക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ആ വിധത്തിൽ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ സുവിശേഷത്തിന് അധികാലം നിലനിൽക്കാനായിട്ട് പറ്റിയില്ല എന്ന് കാണാൻ പറ്റും. നിലനിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ പൗലോസിന്റെ സുവിശേഷം പിൻകാലങ്ങളിൽ ഏകദേശം 1-ാം നൂറ്റാണ്ടോട് കൂടെയൊക്കെ തന്നെ പൗലോസിന്റെ സുവിശേഷം ഇടിച്ചു താഴ്ത്തപ്പെട്ടു. അതിൻ്റെ ശക്തി വളരെ ക്ഷയിച്ചു പോയി. ആ തലമുറ, പൗലോസിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരുടെ തലമുറയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഈ പൗലോസിന്റെ സുവിശേഷം വ്യാപിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ആളുകളില്ലാതെയായി. പിന്നെ യഹൂദ ഉപദേശമായിരിക്കുന്ന രാജ്യത്തിൻ്റെ സുവിശേഷം പിന്നെ വ്യാപകമായി. റോമൻ കൈസർ, റോമൻ ചക്രവർത്തി അവരുടെ പിന്നെ രാജ്യത്തിൻ്റെ മതമായി, റോമ സാമ്രാജ്യത്തിൻ്റെ മതമായി ക്രിസ്തു മതത്തെ ഉയർത്തിയപ്പോൾ സംഭവിച്ചായിരിക്കുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനും 12 അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനും ഒക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്തു. അതുപോലും വികലമാക്കി കളഞ്ഞു. അത് വേറെ കാര്യം. അതുപോലും വികലമാക്കി കളഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, പൗലോസ് പോയ ശേഷം ഈ പറഞ്ഞതുപോലെ പൗലോസിലൂടെ വെളിപ്പെടുത്തായിരിക്കുന്ന ഈ കൃപയുടെ സുവിശേഷം അസ്തമിച്ചു പോയി. അപ്പോൾ പിന്നെ പൗലോസിന്റെ സുവിശേഷം ഇല്ല എങ്കിൽ പൗലോസിലൂടെ വെളിപ്പെട്ട ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയും പൗലോസിലൂടെ വെളിപ്പെട്ടായിരിക്കുന്ന സഭയുടെ അവസാനമായിരിക്കുന്ന, അഥവാ സഭയുടെ പൂർത്തീകരണമായിരിക്കുന്ന ഉൽപ്രാവണവും വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികൾ എങ്ങനെ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടും? നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഏത് സുവിശേഷത്തിലാണ് നിൽക്കുന്നതെന്ന്. കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോയിൽ ഒരാളിങ്ങനെ ചോദിച്ചു, ഇന്ന് കർത്താവ് വന്നാൽ ബ്രദർ എടുക്കപ്പെടുമോ എന്നോട് ചോദിച്ചു. ഞാൻ എടുക്കപ്പെടും, 101% എടുക്കപ്പെടും. കാരണം മറ്റൊന്നുമല്ല,
കർത്താവായ യേശു ക്രിസ്തു പൗലോസിലൂടെ കൊടുത്തതായിരിക്കുന്ന, പൗലോസിലൂടെ ലോകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ കൃപയുടെ സുവിശേഷമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എടുക്കപ്പെടും. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന്റെ 99.9% ഈ റോമൻ സാമ്രാജ്യത്തിന്റെ സഭയായിരിക്കുന്ന ഈ പറയുന്ന എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുള്ളായിരിക്കുന്ന സഭയാണ്. അതിൽ പ്രാധാന്യം ഏതിനാ? 3.5 വർഷത്തെ കർത്താവിൻ്റെ ഉപദേശം, 12 അപ്പോസ്തലന്മാർ അവരുടെ അപ്പോസ്തലന്മാരാണെന്നുള്ളായിരിക്കുന്ന ഉപദേശം, അതിലെവിടെയും ഉൽപ്രാവണമില്ല. അതിലെങ്ങും ഉൽപ്രാവണമില്ല. അതിൽ മഹാപീഡനം അവർക്ക് സമീപകാലത്ത് വരാതിരിക്കുന്നത്. ആ മഹാപീഡനം ഇന്നത്തെ ക്രിസ്ത്യാനികൾ അനുഭവിക്കാൻ പോകുന്നു. അത്രയേ ഉള്ളൂ. ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 3 വ്യത്യാസം ഇതിനകത്ത് ആകമാനമുള്ളത് മനസ്സിലാക്കണം. ഒന്ന്, സുവിശേഷത്തിൻ്റെ വ്യത്യാസം. എന്താ സുവിശേഷം? ആ സുവിശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്, യഹൂദന് വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യം. എന്നാൽ ഈ കൃപയുടെ സുവിശേഷം കാൽവരി കുരിശിൽ കർത്താവായി യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് ആയിട്ടാണുള്ള മരണം ഉയർത്തെഴുന്നേൽക്കുകയാണെന്നുള്ള വ്യക്തിപരമായ വിശ്വാസത്താലുള്ള രക്ഷ എന്ന സുവിശേഷമാണ് ഈ സുവിശേഷം. രണ്ടാമത്തത് പ്രത്യാശയുടെ വ്യത്യാസമാണ്. ആ രാജ്യത്തിൻ്റെ സുവിശേഷത്തിലുള്ളവരുടെ അവരുടെ കാത്തിരിപ്പ്, അവരുടെ പ്രത്യാശ, മഹാപീഡനം വന്ന് അതങ്ങ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കർത്താവ് മധ്യാകാശം വരും, കർത്താവ് മേഘങ്ങളിൽ വരും, അല്ലെങ്കിൽ കർത്താവ് ഒലിമലയിൽ വരും, കർത്താവ് അവരുടെ രാജാവായിട്ട് വരും. അത് അവരുടെ പ്രത്യാശ. എന്നാൽ പൗലോസിൻ്റെ സുവിശേഷത്തിലെ പ്രത്യാശ അതല്ല. പൗലോസിൻ്റെ സുവിശേഷത്തിലെ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശം വന്ന തൻ്റെ സഭയെ അങ്ങോട്ട് ചേർക്കും, അങ്ങോട്ട് വിളിക്കും എന്നുള്ളതാണ് ഇതിലെ വ്യത്യാസം. പിന്നെ സ്ഥാനപരമായിരിക്കുന്ന ഒരു വ്യത്യാസം. സ്ഥാനപരമായിരിക്കുന്ന ആ സഭയുടെ പേര് മണവാട്ടി എന്നാണെങ്കിൽ ഈ സഭയുടെ പേര് ശരീരമായിരിക്കുന്ന സഭ എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതെന്ന്? അതായത് ഉൽപ്രാവണത്തിൽ വലിയൊരു കോളുകളൊക്കെ ഉണ്ടാകുകയില്ല, വലിയൊരു ജനസംഖ്യ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുകയില്ല. കാരണം ക്രിസ്ത്യാനികളെന്ന പേരുള്ളവരാ കോടിക്കണക്കിന്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ അവരാരും പൗലോസിൻ്റെ സുവിശേഷത്തിലൂടെ പൗലോസിന് വെളിപ്പെട്ട മർമ്മമായിരിക്കുന്ന സഭയും സഭയുടെ പൂർത്തീകരണമായിരിക്കുന്ന ഉൽപ്രാവണവും വിശ്വസിക്കുന്നവരല്ല. ആ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരെല്ലാം അതേത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളാകട്ടെ, ഏത് തരത്തിലുള്ളായിരിക്കുന്ന, അതായത് വേർപെട്ട സഭകൾ ഏത് തന്നെ ആയിക്കോട്ടെ, പെന്തക്കോസ്തായാലും പകർന്നായാലും ഏത് തന്നെ ആയാലും, എല്ലാവരും വിശ്വസിക്കുന്നത് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശവും 12 അപ്പോസ്തലന്മാർ തങ്ങളുടെ അപ്പോസ്തലന്മാരാണെന്നും അവരുടെ ഉപദേശമൊക്കെ വിശ്വസിക്കുന്നവർക്ക് പൗലോസിലൂടെ വെളിപ്പെട്ട സഭയും സഭയുടെ ഉൽപ്രാവണവും എങ്ങനെ മനസ്സിലാകാനാ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഏകദേശം 1-ാം നൂറ്റാണ്ടോടുകൂടെ പൗലോസിൻ്റെ സുവിശേഷം ക്ഷയിച്ചു പോയി. 1-ാം നൂറ്റാണ്ടോടെ അല്ല, 2-ാം നൂറ്റാണ്ട്. അതായത് 2-ാം നൂറ്റാണ്ടോടുകൂടെ പൗലോസിൻ്റെ സുവിശേഷം ഏകദേശം അസ്തമിച്ചു പോയി. പൗലോസ് വിട്ടുപോയതിനു ശേഷം ഇതിനധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ആകെ ഇത് പ്രസംഗിക്കപ്പെടുന്നത് ഇപ്പോൾ ഒരു 100 വർഷമായിട്ട് അമേരിക്കയിൽ കുറേ വിശ്വാസികളുണ്ട്, അമേരിക്കയിൽ. പിന്നെ കേരളക്കരയിലും ഈ നാളുകളിൽ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ ചുരുക്കം പേര് മാത്രമേ ഈ കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിച്ച് പൗലോസിലൂടെയാണ് ഈ രക്ഷാമാർഗം തുറന്നതെന്നും ഉൽപ്രാവണത്തിൽ ഇത് അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ, ചുരുക്കം പേർ മാത്രമേ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുകയുള്ളൂ. വിമാനം തലകുത്തി വീഴില്ല, വാഹനങ്ങൾ കൂട്ടിയിടിക്കില്ല, ലോകത്തിലൊരു വലിയ സംഭവമായി അത് തീരില്ല. കാരണം അതിനുള്ള വിശ്വാസ സമൂഹമില്ല, അതിനുള്ള കൂട്ടമില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ അപേക്ഷിക്കട്ടെ, ഞാൻ വളരെ താഴ്മയോടെ അപേക്ഷിക്കട്ടെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. ഉൽപ്രാവണത്തിൽ നാൾ എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് കാണണം. നിങ്ങളിത് വിശ്വസിക്കൂ, തിരിച്ചറിയൂ. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നിങ്ങൾ അതുമല്ല ഇതും അല്ലാത്ത വിധത്തിൽ നിങ്ങൾ ഉൽപ്രാവണത്തിൽ കൈവിട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.